സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് സബ് ജൂനിയർ വിഭാഗത്തിൽ 100 മീറ്ററിൽ മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടിയ ദേവപ്രിയ ഷൈബുവിന് CPIM നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഓൺലൈനായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് തിരുവനന്തപുരത്ത് നിന്നും തിരിച്ചെത്തുന്ന കായികാധ്യാപകനായ ടിബിൻ ജോസഫിനും ദേവപ്രിയയ്ക്കും ടീം അംഗങ്ങളായ മറ്റു കൂട്ടുകാർക്കും ഗംഭീര സ്വീകരണമാണ് സ്കൂളും നാടും ഒരുക്കിയത്. കാൽവരി മൗണ്ട് ജംഗ്ഷനിൽ വന്നിറങ്ങിയ ടീം അംഗങ്ങളെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് സ്വീകരിച്ചത്. കാമാക്ഷി പഞ്ചായത്തിലെ കൂട്ടക്കല്ലിലാണ് ദേവപ്രിയയുടെ കുടുംബത്തിന്റെ സ്വപ്നമായ വീട് ഒരുങ്ങുന്നത്. ശിലാസ്ഥാപന ചടങ്ങിന്റെ ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇത്തരം കുട്ടികളെല്ലാം ചേർത്ത് പിടിക്കാനും അവരെല്ലാം കുടുംബങ്ങളെ പ്രത്യേകിച്ച് പരിതാപകരമായ സാഹചര്യങ്ങളിൽ പരിശീലനം നടത്തി വേണ്ടത്ര പരിശീലനം പോലും നടത്താൻ സാധിക്കാതെ മത്സരങ്ങളിൽ പങ്കെടുത്ത് വൻ വിജയം നേടുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ്റും അതുപോലെ തന്നെ വ്യക്തികളും പാർട്ടിയും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ദേവപ്രിയയുടെ വീട് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ആദ്യ ഭാഗമെന്ന നിലയിൽ തറക്കല്ലിടൽ കർമ്മം ഔപചാരികമായി ഇവരെല്ലാം സമ്മതത്തോടുകൂടി നിർവഹിച്ചതായി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ദേവപ്രിയയ്ക്ക് വീട് വെച്ച് നൽകാനുള്ള CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പ്രഖ്യാപനത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് സ്വർണ്ണ മെഡൽ നേടിയ അർഹരായ 50 കുട്ടികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് വീട് നൽകാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വീടിന്റെ പണി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും വീടിനാവശ്യമായ ഫർണിച്ചറുകൾ DYFI ഇടുക്കി ജില്ലാ കമ്മിറ്റി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ശിലാസ്ഥാപന ചടങ്ങിന് ശേഷം ദേവപ്രിയയ്ക്കും ടീം അംഗങ്ങൾക്കും കാമാക്ഷി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തങ്കമണി ടൗണിൽ പൗരസ്വീകരണം നൽകി. കൈരളി ന്യൂസ് ഇടുക്കി.